എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ പൂരം നക്ഷത്രക്കാരുടെ ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഒക്ടോബർ 2025 പൂരം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്വീൻ ഓഫ് കപ്സ് എനർജി, ഹാങ്ഡ് മാൻ, ഇതൊരു ഹാങ്ഡ് വുമൻ എനർജിയാണ്. ഈ പ്രത്യേക കാർഡിൽ 9 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ്, ടെമ്പറൻസ്, 10 ഓഫ് സോഡ്സ് ആൻഡ് ലാസ്റ്റ് വന്നിട്ട് 3 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഈ ഒരു മാസം പൊതുവെ കുറച്ച് പല കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു എല്ലാത്തിനും ഒരു വിഷാദഭാവമുണ്ട്. പക്ഷേ അമിതമായിട്ട് ആ ഒരു ഇതിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആകുന്നത് കൊണ്ടാണ് ഈ ഒരു സമയത്ത്. അല്ലാത്ത പക്ഷം വലിയ ഭാരിച്ച പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ വലിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഭാരിച്ച പ്രശ്നമായിട്ട് നിങ്ങൾ തലയിലേറ്റി വയ്ക്കുന്നതാണ്. കാരണം നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആകുന്ന ഒരു സമയമായതുകൊണ്ട്. പക്ഷേ പൊതുവേ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരിക, ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം, വാശി, ഇങ്ങനെയുള്ള വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകാരികമായിട്ടുള്ള ഭാവം അധികം മറ്റുള്ളവരെ, അതായത് നിങ്ങളുടെ മൈൻഡിലുള്ളത് മനസ്സിലുള്ളത് എല്ലാം എല്ലാവരിലേക്കും കൊണ്ടെത്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇത്തിരി എല്ലാത്തിനോടും എല്ലാവരോടും ഒക്കെ വളരെ സ്നേഹമായിരിക്കും. എല്ലാ വികാരങ്ങളും വളരെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ സ്നേഹമാണെങ്കിലും അതുപോലെ തന്നെ ഒത്തിരി സ്നേഹമായിരിക്കും, സ്നേഹപ്രകടനങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് തിരക്കായതുകൊണ്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് ഡള്ളാവുന്നുണ്ടാവും. കാരണം നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയും നിങ്ങളുടെ സങ്കടങ്ങൾ, ദേഷ്യങ്ങൾ, നിരാശകളൊക്കെ മറ്റുള്ളവരോട് അത് കണക്റ്റ് ചെയ്യുക. അതായത് നല്ല രീതിയിൽ നിങ്ങളോട് വിചാരിച്ച പോലെ ആളുകൾ പെരുമാറുന്നില്ല എങ്കിൽ നിങ്ങളത് തുറന്ന് സംസാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ തർക്കങ്ങളുണ്ടാവാം. കാരണം എല്ലാവർക്കും അവരുടേതായ തിരക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ കുടുംബ ബന്ധത്തിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് ചിലവഴിക്കാം. കാരണം അപ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ ചിലപ്പോൾ സാഹചര്യം അനുസരിച്ചിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. മെഡിറ്റേഷൻ, അതുപോലുള്ള കാര്യങ്ങൾ, സ്ട്രെസ് എടുക്കാതിരിക്കുക, ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട് ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മാനസികമായിട്ട് വെറുതെ ഇരിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്. ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം. കുടുംബജീവിതമാണെങ്കിലും അതേപോലെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്തുന്ന സമയമല്ല ഇത്. അതായത് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്നൊരു സമയമല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് കുറച്ചുകൂടി ഒരു ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടുന്നൊരു കാര്യമല്ല ഇത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പോസിറ്റിവിറ്റിയിലാണ് എന്നുള്ളതാണ്. അല്ലാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകൾ പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് എല്ലാം ഓവറാക്കാതെ ശ്രദ്ധിക്കുക. ഓവർ ആയിട്ടുള്ള നെഗറ്റിവിറ്റിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയം. അതിപ്പോൾ വാങ്ങൽ, ഇപ്പോൾ വീടാണെങ്കിലും വാങ്ങുക അതിന് പറ്റിയൊരു സമയമല്ല. ഇനി അഥവാ നിങ്ങൾ വീട് വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എങ്കിൽ
അതൊരു ടോക്കൺ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം, അടുത്ത മാസം ചെയ്യാതെ. അല്ലെങ്കിൽ നവംബറിലേക്ക് പൂർണ്ണമായിട്ടെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ട് നവംബറിലേക്ക് എന്നുള്ള രീതിയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ, എഗ്രിമെൻ്റ് എഴുതുന്നത്, കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പരമാവധി മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ടേക്ക് പോവുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഹാങ്ഡ് മാൻ അല്ലെങ്കിൽ ഹാങ്ഡ് വുമൻ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് സ്റ്റക്ക് എനർജി കണക്ഷൻസ് ആണ്. അപ്പം പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തടസ്സങ്ങൾ നേരിടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ്. അതായത് എന്തെങ്കിലും അതായത് ഈ ഒരു സമയത്ത് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നവംബറിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നത് നവംബറിലേക്ക് മാറ്റി വയ്ക്കുന്നത് ഉത്തമമായിരിക്കും. പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കണം എന്നുള്ളതല്ല. ചില മുഹൂർത്തങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് പോവുക, അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്താൽ മതിയാകും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കി അതിന് ചെയ്യേണ്ടുന്നതാണ്. അല്ലാത്ത പക്ഷം പ്രശ്നങ്ങളൊന്നും നിങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റിവെക്കുക, അല്ലാത്ത പക്ഷം അതിന് പരിഹാരങ്ങൾ ചെയ്താൽ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നീക്കുപോക്കുകൾ കാണിക്കുന്ന സമയമല്ല, എല്ലാം ഒന്ന് പതുക്കെയുള്ള സമയമാണ്. അതിനർത്ഥം കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങില്ല എന്നുള്ളതല്ല, മറിച്ച് ഒക്ടോബർ മാസത്തിൽ അതത്ര നല്ലതല്ല. മുന്നോട്ടേക്ക് പോകുമ്പോൾ നവംബറിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ വിസ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡോക്യുമെൻറ്റേഷനൊക്കെ ഒന്ന് പോസ്റ്റ്പോൺ ആയി പോകാം, ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പുതിയ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെയും കാണിക്കുന്നു എന്ന് പറയാം. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് 10 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളുടെയും പര്യവസാനം എന്ന് തന്നെ പറയാം. ഈ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടുത്തിടയ്ക്കായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ചില പ്രയാസങ്ങൾ, അതിൻ്റെയൊക്കെ പ്രതിസന്ധികളുടെയൊക്കെ പര്യവസാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ബന്ധങ്ങൾ എന്ന് പറയാം, ഇത് നിങ്ങളെ സംബന്ധിച്ച് ഡിവോഴ്സ് സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ്, പ്രണയ നൈരാശ്യം സാധ്യതകൾ. അപ്പോൾ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല, കാരണം പലപ്പോഴും ഡിവോഴ്സൊക്കെ നെഗറ്റീവായിട്ടാണ് ആളുകൾ കാണുന്നത്. പക്ഷെ ആ ഒരു ബന്ധത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു പുതിയ ജീവിതം, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ, നിങ്ങളുടെ സൗഹൃദം, മറ്റ് എക്സ്റ്റെൻഡഡ് ഫാമിലി, അതേപോലെ ജോലി, വിദ്യാഭ്യാസം, അങ്ങനെ പല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതൽ മുന്നേറാനായിട്ട് ശ്രമിക്കുക. ഫ്യൂച്ചറിലേക്ക് എന്താണ്, ഭാവിയിൽ പുതിയ ബന്ധങ്ങൾ വന്നേക്കാം, അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 9 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് മക്കളെ കുറിച്ചിട്ടുള്ള വ്യാധി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, മക്കളുടെ ജീവിതം എന്താവും, മക്കൾ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്, അവരുടെ സാഹചര്യങ്ങൾ, അവിടെ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ്. പുതിയ ഐഡിയാസ് ഈ ഒരു സമയത്ത് വരാം. കാരണം പലപ്പോഴായിട്ട് പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രയാസം ഉള്ള സമയത്ത് ഇരിക്കുമ്പോഴാണ് നമ്മൾ പുതിയ ഐഡിയാസൊക്കെ മനസ്സിൽ വരുന്നത്. അങ്ങനെ വരുന്ന ഐഡിയാസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുക, മറന്നു പോകാതെ. പിന്നെ കുറച്ചുകൂടി നിങ്ങൾ മാനസികമായിട്ട് ആ സംഘർഷമൊക്കെ ഒന്ന് ഒഴിവായി കഴിയുമ്പോൾ ആ എഴുതി വെച്ച ഐഡിയാസ് ഭാവിയിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ് പിന്നീടത്തേക്ക്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. കുറച്ച് ആളുകളായിട്ട് സംസാരിക്കാനും സമയം, പുറത്തൊക്കെ ഒന്ന് പോവുക, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സമയം കണ്ടെത്താൻ, അതിന് വേണ്ടിയിട്ട് സമയം കൂടി കണ്ടെത്തുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരു സംഘർഷം കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളുണ്ടെങ്കിൽ, തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ആഗ്രഹിച്ച ഒരു സന്തോഷം, ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസത്തിൽ പൂർണ്ണമായിട്ടും തടസ്സങ്ങളെന്നല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വരേണ്ട കാര്യങ്ങൾ ഈ ഒരു വരുന്ന മാസത്തിൻ്റെ തുടക്കത്തിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നീട്ടി വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ 2-3 വട്ടം നീട്ടിവെച്ച കാര്യമാണെങ്കിൽ ഈ ഒരു മാസം അവസാനത്തോടു കൂടിയിട്ട് സാധ്യമാകുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്.
പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് വിവാഹം അല്ലെങ്കിൽ വിവാഹമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വരാം. പക്ഷേ അത് തടസ്സമാണ്, അതിനർത്ഥം അത് നടക്കായികയല്ല, അത് പോസ്റ്റ്പോൺ ചെയ്തു പോകുന്ന സിറ്റുവേഷനാണ് ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.